ദുഷ്ടതയേറിയ ഭരണത്തിൽ ആർക്കും സമാധാനമില്ല. കുറ്റബോധമുള്ള മുത്തരശൻ ഉൾപ്പെടെ. നാളും നക്ഷത്രവും മനസാല വിശ്വസിച്ചവൻ സമയം മോശമാണെന്ന് കവടിയാൽ അറിഞ്ഞിരിക്കുന്നു. ഘോരമരണം നിശ്ചയമുണ്ടെന്ന് ഓലയിൽ വായിച്ചതും ഞെട്ടിപ്പോയി മുത്തരശൻ. ഈയൊരു തരുണത്തിൽ ഉത്തമൻ എന്നൊരുവൻ മരണത്തെ 5 തവണ ജയിച്ച വാർത്ത മുത്തരശന്റെ കാതിൽ, മിച്ചമുള്ള കാതിൽ കേട്ടതും കെട്ടിവലിച്ചുത്തമനെ കൊണ്ടുവരുവാൻ രാജാവ് ഉത്തരവിട്ടു. കൊണ്ടുവരൂ അവനെ. ഇവിടേക്ക് നോക്കിക്കേ, ഇതാണ് മൃത്യുഞ്ജയൻ. അങ്ങനെയൊന്നുമില്ല മകളെ. നിങ്ങളെ കല്ലെടുത്തെറിഞ്ഞാ ചാവില്ലേ? തീർച്ചയായും ചത്തുപോകും. എന്തിനാ സംസാരിക്കുന്നേ? അങ്ങോട്ട് എറിയടാ. എടാ ദുഷ്ടന്മാരെ, എന്താ ഇത്? ഇതെല്ലാം വ്യാപാരമാണോ? അയ്യോ അയ്യോ, എന്നെ എറിയല്ലേ. നിർത്തുന്നുണ്ടോ? അയ്യോ, നീ മൃത്യുഞ്ജയനാണെങ്കിൽ എനിക്കും കൂടെ കുറച്ച് താടാ. അയ്യോ എന്റെ പൊന്നമ്മൂമ്മേ, ഇതൊന്നും വിശ്വസിക്കരുത്. ഇതെല്ലാം വെറുതെയാ. മഹാരാജൻ, ഇതാരോ കിംവദന്തി പരത്തിയതാണ്. ഇവ മൃത്യുഞ്ജയനാണെന്നും ചിരഞ്ജീവിയാണെന്നും ഒക്കെ കളവ് പറയുകയാ. പേരെന്താ? ഏതോ ഉത്തമനാണത്രേ. ഏതോ ഉത്തമ? അല്ലല്ല, വെറും ഉത്തമൻ. 2 പേരുണ്ടോ? ഉത്തമൻ. നിന്നെ എന്തിനാണ് ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നതെന്നറിയാമോ? ചങ്ങല കൊണ്ട് ബന്ധിച്ച് സഭാമധ്യത്തിൽ നിർത്തി സന്തോഷിക്കുവാൻ വേണ്ടിയാണെന്നല്ലേ കരുതിയിരിക്കുന്നത്? എന്താണോ ഇത്? ഭാഷ കൊണ്ടും വാക്കുകൾ കൊണ്ടും അമ്മാനമാടോ എന്ന് കരുതിയാൽ ഇവനൊന്നും മിണ്ടുന്നില്ലല്ലോ. ഇവനാണോ മൃത്യുഞ്ജയൻ? ഒരിക്കലുമില്ല, അത് തന്നെയാണ്. എന്തിനാ? അല്ല മഹാരാജൻ, ഇവൻ ചത്തുപോയവനാ. അത് തന്നെയല്ലേ ഇവനും പറയുന്നത്? അല്ല മഹാരാജൻ, അവൻ മൃത്യു അറിഞ്ഞിട്ടില്ലെന്ന് സ്ഥാപിക്കുകയാണ്. ചോദിച്ചതിന് മാത്രം ഉത്തരം നൽകൂ. അതല്ല മഹാരാജൻ, ഇവനെ നാമാണ് അടിക്കുവാൻ പറഞ്ഞത്. ഈ പാമ്പാട്ടിയാണ് അവനെ അടിച്ചത്. അതെ, ഞാൻ കമ്പുകൊണ്ട് അടിച്ചു, അവൻ മരിച്ചില്ല. അതിനു മുമ്പ് പാമ്പ് കടിച്ചും മരിച്ചു. നിക്ക്. ഇവനെ പാമ്പും കടിച്ചിരുന്നു? അതെ. എന്നിട്ട് പാമ്പിനെ കൊല്ലാതെ ഇവനെ എന്തിനാണ് തല്ലിയത്? മരിച്ചത് എന്റെ പാമ്പാണ്. അപ്പോൾ ഇവനും മരിച്ചിരുന്നു. മഹാരാജൻ, ആരാത്? ആദ്യം പാമ്പല്ലേ കടിച്ചത്? അല്ല, ഇത് രാജകുമാരി കടിച്ചത്. മഹാരാജൻ എന്താ ഇത്? നമ്മുടെ വലത് കാതിലെത്തിയ വിഷയമല്ലേ? രാജഭരണ കാര്യങ്ങളെല്ലാം ഇരു കാതുകൾക്ക് മാത്രം അറിയാവുന്ന വിഷയമല്ലേ? അതെ. ഇപ്പൊ എന്ത് ചെയ്യണമെന്ന് പറ. ആലോചിച്ച് ചെയ്യേണ്ട വിഷയമല്ലേ ഇത്? മിടുമിടുക്കൻ, പോയിരുന്ന് ആലോചിക്ക. എനിക്കൊരു ഉപായം തോന്നുന്നു. നിർത്താനാ പറഞ്ഞ. കൊല ചെയ്ത കാര്യം ഇവർ തന്നെ സ്വയം സമ്മതിച്ചല്ലോ അല്ലേ? അതെ രാജാവേ. അതുകൊണ്ട് കൊലപാതകികളെ കൊന്നുകളയാം. എന്താ? നാം എന്നും നീതി മാത്രമേ നടപ്പിലാക്കൂ എന്ന് പ്രജകൾ മനസ്സിലാക്കട്ടെ. രാജാവേ, ഞങ്ങളോട് ക്ഷമിക്കണം. നോക്കി നിൽക്കുന്ന പറയടിക്കുന്നത് നിർത്ത്. മഹാരാജൻ, അനങ്ങരുത്. മുടിവെട്ടിയില്ലെങ്കിൽ നിന്റെ തലവെട്ട് ഞാൻ. വായിവിടെ.
മഹാമന്ത്രി ഇവന്റെ ഈ മീശയുടെ ഘനം മതിയൊന്ന് നോക്കിയാലും. മതി മതി മന്ത്രിമുഖ്യ, നമ്മുടെ ഘനം എപ്രകാരമാണ് കുറഞ്ഞതെന്ന് കണ്ടില്ലേ? എനിക്കൊരു ബുദ്ധി തോന്നുന്നു. മഹാരാജൻ ഇവനെ പരിശോധിക്കുവാൻ വിട്ടത് മഹാ അബദ്ധം. കൈയും കാലും ബന്ധിച്ചിരിക്കുകയാണല്ലോ. നമുക്കൊന്ന് പരിശോധിച്ചാലെന്താ? എപ്രകാരം? ഇപ്രകാരം. ഫോർ മീ. ആദ്യം ആ ക്രെയിൻ ഇങ്ങോട്ടൊന്ന് തിരിച്ചേ. വാടാ, ഷോട്ട് നന്നായി വന്നു. വാ പോവാം. ആദ്യം അവന് തുടയ്ക്കാനൊരു തോർത്ത് കൊടുത്തേ. മനോഹരമായിരിക്കുന്നു. ഫാന്റാസ്റ്റിക്. ഗംഭീര അഭിനയമായിരുന്നു. വാ, അടുത്ത ഷോട്ട് നമുക്കേ ഒറിജിനൽ റിവറിന്റെ മുമ്പിൽ തന്നെ എടുക്കാം. അത് ഇതെന്താ മൂക്കിലൊരു ചുമന്ന ചായം പോലെ? ശരിയാണ് സാർ, രക്തമാണെന്ന് തോന്നുന്നു. ഒന്നുമില്ല, ചുമ്മാ ഇരിക്കേ. ഒന്നുമില്ല സാർ, ഒരു മിനിറ്റ്. എന്താടാ പറ്റിയത്? ഒന്നങ്ങോട്ട് ചെല്ലു സാർ, ഇങ്ങോട്ട് വരും. എന്താടാ ഇത്? എന്താ സംഭവിച്ചത്? വാട്ട് ഈസ് ഹാപ്പനിങ്? ഒന്നുമില്ല സാർ, ഇതൊന്നും വലിയ കാര്യമായിട്ട് എടുക്കണ്ട. ഇതൊക്കെ നോർമലാ സാർ. ഇതെങ്ങനെയാടാ നോർമൽ ആവുന്നത്? ഈ അസുഖമുള്ളവർക്ക് ഇതൊക്കെ ശരിക്കും നോർമലാ സാർ. എന്ത് നോർമൽ നാടാ പറയുന്നത്? അത് പിന്നെ ശരി, വാ നമുക്ക് ഡോക്ടറെ അടുത്ത് പോവാം. വേണ്ട സാർ, ഡോക്ടറോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞിട്ടുണ്ട്. പറയുന്നത് കേൾക്കണം, പക്ഷെ നീ കേൾക്കാൻ തയ്യാറല്ല. ഡോക്ടർ ഇപ്പൊ വരും സാർ, ഒരു പ്രശ്നവുമില്ല. ഞാനിപ്പോ എന്താടാ ചെയ്യേണ്ടത്? ഒന്നുമില്ല സാർ, ഒരു ഷോർട്ട് ബ്രേക്ക് തന്നാൽ മതി. ഞാൻ പോയി ക്ലീനപ്പ് ചെയ്തിട്ട് ഇപ്പൊ വരാം. ഒന്നുമില്ല സാർ, ഒന്നുമില്ല, ഇപ്പൊ വരാം. എടോ, ഈ കേൾക്കുന്ന മന്ത്രം ഏതാണെന്ന് തനിക്കറിയുമോ? സത്യമായിട്ടും എനിക്കറിയില്ല. കണ്ടില്ലേ, മൃത്യുഞ്ജയ മന്ത്രം പോലും അറിയാത്ത ഇവൻ എപ്രകാരമാണ് മരണമില്ലാ വരം കിട്ടിയിട്ടുണ്ടാവുക? മഹാരാജൻ, ഒരു ഉപായമുണ്ട്. അതായത് അവനെ ഒന്ന് പരീക്ഷിച്ച് നോക്കിയിട്ട് നമുക്ക് തീരുമാനിക്കാം. പണ്ഡിതന്മാരെ, എന്താ മന്ത്രി ഇത്? വാൾ ഇടയ്ക്കിടയ്ക്ക് എണ്ണയിൽ മുക്കി വെക്കണ്ടേ? എത്ര വലിച്ചിട്ടും വരുന്നില്ലല്ലോ. മഹാരാജൻ, മുത്ത്. മഹാരാജൻ, മുത്തുകൾ ചിതറിക്കിടക്കുന്നു. മഹാരാജൻ, മുത്തുകളുടെ നാടാണെന്നുള്ളത് സത്യം തന്നെ. അതാ ഒരു മുത്ത് താഴെ കിടക്കും. ഇവർക്കൊക്കെ എന്താ സംഭവിച്ചത്? ഇവർ മൃത്യുഞ്ജയ വരം നേടിയിട്ടില്ലെന്ന് ഇപ്പോൾ മനസ്സിലായി.
ഇവൻ നമ്മുടെ വാളിൽ നിന്നും അത്ഭുതകരമായി രക്ഷപ്പെട്ടു. ഇവൻ മൃത്യുഞ്ജയ വരം നേടിയിട്ടുണ്ടാകുമോ? മഹാരാജൻ, ഇതൊക്കെ വെറും കൺകെട്ട് വിദ്യയല്ലേ? കൺകെട്ടോ ഗതികെട്ടോ ഭാഗ്യം ഭാഗ്യം തന്നെയല്ലേ? ഉത്തമ മഹാരാജൻ, സാധാരണക്കാരനായ നിനക്കെന്തിനാണ് മൃത്യുഞ്ജയ വരം? മഹാരാജനായ എനിക്ക് രാജകുമാരൻ അവനോട് യാചിക്കാമോ? എടോ നാടോടി, മന്ത്രി മാറി നിൽക്കൂ. അങ്ങനെ പറയൂ മന്ത്രി. നിനക്ക് മരണമില്ല വരം കിട്ടിയിട്ടില്ലെന്ന് ഞാൻ ഇപ്പൊ തെളിയിക്കാം. അങ്ങ് ഞാനൊരു നാടോടിയാ. നാടോടികൾ എന്നും മരിച്ച് ജീവിക്കുന്നവരാണെന്ന് പറയുന്നത് കൊണ്ട് നിങ്ങൾ പറയുന്നത് ആ അർത്ഥത്തിൽ സത്യമായിരിക്കാം, അല്ലാതെ മൃത്യുഞ്ജയ വരമൊന്നും എനിക്കില്ല. ജ്യോത്സ്യന്മാർക്ക് പോലും ഗണിച്ചു പറയാൻ കഴിയാത്ത രാജയോഗം ഈ അരമന. ഈ മനോഹരമായ ശില ആരുടേതാണ്? രാജകുമാരി കർപ്പകത്തിന്റെ ശിലയാണത്. മഹാരാജാവിന് ഇത്രയും സുന്ദരിയായ മകളോ? അതെന്റെ മുറപ്പെണ്ണാണ്. എപ്പോഴാണ് വിവാഹം? ഭ്രാന്ത് മാറാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. ദർശിച്ചിട്ട് അങ്ങനെ തോന്നുന്നില്ല. മഹാരാജൻ, ഞാനൊന്ന് പറഞ്ഞോട്ടെ? ചെവി ഒന്ന് കാണിക്കൂ. കാക്കകളെ കൂട്ടിലിട്ട് അടയ്ക്കുന്നതും മന്ത്രി പറയുന്നത് കേൾക്കുന്നതും ഇതെല്ലാം കുറച്ച് നാളത്തേക്ക് മാറ്റിവെച്ച മതിഭ്രമം മാറിക്കിട്ടും. ആർക്ക്? അങ്ങേക്ക്. നിന്നെ വെട്ടിപ്പിളർന്ന് നാം കാക്കക്കിരിയാക്കും. വേണ്ട, ആ കാക്ക ഇപ്പോൾ 4 ചെവികൾ തിന്നു തീർത്തതേയുള്ളൂ. ഇനി അതിന്റെ വയറ് ചീത്തയാക്കരുത്. വിഡ്ഢി മന്ത്രി, നിന്റെ ചെവി കുറച്ചിങ്ങോട്ട് കാണിക്കും. നമ്മുടെ കാതോ മഹാരാജൻ? രഹസ്യം പറയാൻ വേണ്ടിയാണ് മന്ത്രി. മഹാരാജന് എന്നോട് എല്ലാവരുടെ ചെവിയും കൊണ്ടുപോവാ. ആദ്യം നമുക്ക് രക്ഷപ്പെടാൻ നോക്കാം. വരൂ. നീ ഇവിടെ തന്നെ നിൽക്കണം. ഉത്തരവ് പോലെ.